design of muff coupling. That shows a rough sketch of a sleeve or muff coupling. Muff coupling mainly there are three parts. One is the shaft having diameter small d, then an outer shaft which is considered as a hollow shaft which is called muff or sleeve. Outside diameter is d and the inside diameter of the muff is small d, just like a hollow shaft. Outside diameter is capital D, inside diameter is equal to the diameter of the shaft, that is small d. That is a hollow shaft covered by a hollow shaft, and a key is inserted. This is called the key. A key is inserted to connect that. Length of the key is L. So diameter, outside diameter of the muff is D, inside diameter of the muff is nothing but equal to the diameter of the shaft, which is equal to small letter d, and length of the key is equal to capital L. So in the design of muff coupling, we have to design three elements. One is the shaft design of the shaft, find out the diameter of the shaft. Then design of muff or sleeve. Muff is considered as a hollow shaft, then design it. Then design of key. These are the three elements to be designed while designing a muff coupling. So design of shaft. In all the problems you will be given the power and RPM. Okay, power and RPM. P and N will be given. So from the formula for determining the power, you can find out the torque. So power P is equal to 2 pi Nt divided by 60. So you can find from this equation, find T. Now in some problems it will be given that the maximum torque exceeds 20 or 25% of the full load torque or 20-25% of the mean torque, such that അങ്ങനെ തരും. ചില പ്രോബ്ലത്തിൽ അങ്ങനെ ഉണ്ടാവും, ചില പ്രോബ്ലങ്ങളിൽ അങ്ങനെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന ഈ ടി എന്ന് പറയുന്നത് മെയിൻ ടോർക്ക് ആയിട്ട് എടുക്കുക. ആൻഡ് മാക്സിമം ടോർക്ക് ഈസ് ഈക്വൽ ടു പ്രോബ്ലത്തിൽ പറഞ്ഞ കണ്ടീഷൻ 25% ഇതിനേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി മാക്സിമം, ഇത് ടി മീൻ ആയിട്ട് എടുക്കുക. ദെൻ ടി മാക്സിമം ഈസ് ഈക്വൽ ടു 1.25 ഓഫ് ടി മീൻ, ഇങ്ങനെ എടുക്കണം. 25% എക്സീഡ് ചെയ്യുന്നതെന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില പ്രോബ്ലത്തിൽ അങ്ങനെ പറയും, maximum torque exceeds 20 or 25 or 30% of the mean torque എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കണം. അല്ലാത്ത പക്ഷേ ഈ ടി എന്ന് എടുത്താൽ മതി, ഈ ടി എന്ന് എടുത്താൽ മതി. അപ്പോൾ ടോർക്ക് കിട്ടി, നമുക്ക് മാക്സിമം ടോർക്ക് കിട്ടി. അതുതന്നെയാണ് മാക്സിമം ടോർക്ക്, വേറെ കണ്ടീഷനൊന്നും ഇല്ലെങ്കിൽ. ആൻഡ് വി നോ ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 16 ടോ ഡി ക്യൂബ്ഡ്. ഇതൊന്നുമില്ല, ഷാഫ്റ്റ് പറഞ്ഞാൽ ഒരു സോൾഡ് ഷാഫ്റ്റാണ്. നേരത്തെ ഷാഫ്റ്റ് ഡിസൈനിൽ പഠിച്ചത് തന്നെയാണ് സോൾഡ് ഷാഫ്റ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫൈൻഡ് ഡി, ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്, അത് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഷാഫ്റ്റിൻ്റെ ഡിസൈൻ കഴിഞ്ഞു, ഷാഫ്റ്റ് ഡിസൈൻ ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് മഫാണ്. അപ്പോൾ മഫിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് അതിന് എംപിറിക്കൽ റിലേഷൻ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ഓഫ് മഫ്. ഈ മഫ് എന്ന് പറയുന്നത് ഒരു ഹോളോ ഷാഫ്റ്റായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ആ ഹോളോ ഷാഫ്റ്റിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്ററും അതേപോലെ തന്നെ ഇൻസൈഡ് ഡയമീറ്ററുമാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡി ആണ്. മഫിൻ്റെ ഇൻസൈഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സോൾഡ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ തന്നെയാണ് ഇൻസൈഡ് ഡയമീറ്റർ. പിന്നെ കണ്ടുപിടിക്കേണ്ടത് ലെങ്ത്താണ്, അതിൻ്റെ കീൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഡി, ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് ദി മഫ് ഡി, അതിനൊരു എംപിറിക്കൽ റിലേഷൻ ഉണ്ട്. ആ എംപിറിക്കൽ റിലേഷനാണ് മേലെ കൊടുത്തിരിക്കുന്നത് 2d + 13 mm, വേർ ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. അപ്പോൾ ഈ ഡി ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ഡയമെൻഷൻ, ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ക്യാപിറ്റൽ ഡി ഡയമീറ്റർ ഓഫ് ദ മഫ്, അതേപോലെ തന്നെ സ്മോൾ ഡി അതിൻ്റെ ഇൻസൈഡ് ഡയമീറ്റർ. ഇത് വെച്ചിട്ട്
അതിലുണ്ടാവുന്ന ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം. ആ ഷിയർ സ്ട്രെസ് മഫിൻ്റെ മെറ്റീരിയലിൻ്റെ മാക്സിമം അലോബിൾ ഷിയർ സ്ട്രെസ്സിനേക്കാൾ കുറവായിരിക്കണം. അല്ലാത്ത പക്ഷം ഈ ഡയമീറ്ററിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഡയമീറ്റർ കണ്ടുപിടിച്ചു, ഡി നമുക്ക് കണ്ടു, സ്മോൾ ഡി നമുക്കറിയാം മഫിൻ്റെ, അത് നമ്മൾ കണ്ടുപിടിച്ചു. മഫ് ഡിസൈൻ കംപ്ലീറ്റ് ആയി. പക്ഷേ ഇനി മഫിൻ്റെ ചെക്കിംഗ് ആണ്, അതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചുള്ള ചെക്കിങ്. അത് ഷിയറിലാണ് ചെക്ക് ചെയ്യേണ്ടത്. ഷിയറിൽ ചെക്ക് ചെയ്യുക പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ മഫിനകത്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഷിയർ സ്ട്രെസ്, ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ആ ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് മസ്റ്റ് ബി ലെസ് ദാൻ ദ മാക്സിമം അലോവബിൾ ഷിയർ സ്ട്രെസ്, അതർവൈസ് ഇറ്റ് വിൽ നോട്ട് ബി സേഫ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? നമുക്കറിയാം ഒരു ഹോളോ ഷാഫ്റ്റിൻ്റെ ഫോർമുല. ഹോളോ ഷാഫ്റ്റിൽ ടി ഈസ് ഈക്വൽ ടു π/16 ടോ ഇൻറ്റു π/16 ടോ ഇൻറ്റു ക്യാപിറ്റൽ ഡി ക്യൂബ്ഡ് ഇൻറ്റു 1 - k⁴. ഹോളോ ഷാഫ്റ്റിൻ്റെ ഇക്വേഷനാണ് നമ്മൾ മുമ്പേ പഠിച്ച ഹോളോ ഷാഫ്റ്റിൻ്റെ ഇക്വേഷൻ. ടി എന്ന് പറഞ്ഞാൽ ടോർക്ക്, നേരത്തെ കണ്ടിട്ടുണ്ട്, മാക്സിമം ടോർക്ക് ഈക്വൽ ടു π/16 ടോ ഡി ക്യൂബ്ഡ്, ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ, ഇൻറ്റു 1 - k⁴. എന്താണ് കെ? കെ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഇൻസൈഡ് ഡയമീറ്റർ ആൻഡ് ഔട്ട്സൈഡ് ഡയമീറ്റർ. അപ്പോൾ ഇവിടെ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ഈസ് ഈക്വൽ ടു സ്മോൾ ഡി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഡി. ഇതാണ് കെ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് ഇപ്പോൾ ടിക്ക് വില കൊടുക്കുക, മാക്സിമം ടോർക്ക് കൊടുക്കുക, π/16 ഇൻറ്റു ടോ. ടോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഇൻഡ്യൂസ്ഡ് സ്ട്രെസ്, ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ്. ടോ ഡിക്ക് വില കൊടുക്കുക, 1 - കെക്കും വില കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷൻ ഫ്രം ദിസ് ഇക്വേഷൻ യു വിൽ ഗെറ്റ് ടോ ഈസ് ഈക്വൽ ടു സോ മച്ച്. ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് ഒരു വാല്യൂ നമുക്ക് കിട്ടും. ആ വാല്യൂ അതാണ് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഔട്ട്സൈഡ് ഡയമീറ്ററിലും ഈ പറഞ്ഞ ഇൻസൈഡ് ഡയമീറ്ററിലുള്ള ആ മഫിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഷിയർ സ്ട്രെസ്സാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് അലോവബിൾ ഷിയർ സ്ട്രെസ്സിനേക്കാൾ കുറവായിരിക്കണം. ആ ചെക്കിംഗ് ആണ് ഈ നടത്തുന്നത്. കുറവാണെങ്കിൽ സേഫായി, കുറവല്ലെങ്കിൽ ഈ ഡയമീറ്റർ അടുത്ത സ്റ്റെപ്പിലേക്ക് മാറ്റണം, നെക്സ്റ്റ് ഹയർ സ്റ്റെപ്പിലേക്ക് മാറ്റണം, മാറ്റിയിട്ട് എഗെയിൻ വീണ്ടും ചെക്ക് ചെയ്യണം. ഇതാണ് സാധാരണ ഡിപ്ലോമക്ക് പഠിക്കുമ്പോൾ നമ്മളെ പ്രോബ്ലംസ് എല്ലാം തന്നെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ മിക്കവാറും സേഫ് ആയിരിക്കും, യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് വിൽ ബി ലെസ് ദാൻ ദി അലോവബിൾ ഷിയർ സ്ട്രെസ്. അങ്ങനെ വരും അത്. അടുത്തത് മൂന്നാമത്തെ എലമെൻ്റ് ഏതാണ്? ഇപ്പോൾ ഷാഫ്റ്റ് ഡിസൈൻ കഴിഞ്ഞു, മഫിൻ്റെ ഡിസൈൻ കഴിഞ്ഞു. മൂന്നാമത്തെ എലമെൻറ്റ് കീ ആണ്. കീ ഡിസൈൻ ചെയ്യണം. ഇങ്ങനെ കീ ഡിസൈൻ ചെയ്യുക. തേർഡ് കേസ് ഡിസൈൻ ഓഫ് കീ. ഡിസൈൻ ഓഫ് കീയിൽ വരുന്നത് നമ്മൾ ഒന്ന് ചെയ്യേണ്ടത് കീ മെറ്റീരിയലിൻ്റെ ക്രഷിങ്ങും ഷിയറും, സിഗ്മ CK അതുപോലെ തന്നെ ടോക്കെ, ഈ രണ്ട് സ്ട്രെസ്. ദിസ് ഈസ് ദ ക്രഷിംഗ് സ്ട്രെസ് ഫോർ കീ മെറ്റീരിയൽ. ക്രഷിംഗ് ഓർ കംപ്രഷൻ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ് ഓർ ക്രഷിംഗ് സ്ട്രെസ്. കീ ഫെയിലർ ആവുക രണ്ട് കേസിലാണ്, ക്രഷിങ്ങിലും ഫെയിലാവുക, ഷിയറിലും ഫെയിലാവുക. കീ മഫിൻ്റെ നമ്മൾ ഷിയറിൽ മാത്രമേ നോക്കണ്ടൂ അതിൻ്റെ ഫെയിലർ. കീ അങ്ങനെയല്ല. കീ ഈ ക്രഷിങ്ങിലും ഷിയറിലും രണ്ടിലും ഫെയിലാവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ രണ്ട് ചെക്കിങ്ങും നടത്തണം. അപ്പോൾ കീ മെറ്റീരിയലിൻ്റെ ക്രഷിംഗ് സ്ട്രെസ്സും അതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സും തമ്മിലുള്ള റിലേഷൻ നോക്കുക. ഇഫ് ദ ക്രഷിംഗ് സ്ട്രെസ് ഫോർ ദ കീ മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു 2 times ദി ഷിയർ സ്ട്രെസ് ഓഫ് ദ കീ മെറ്റീരിയൽ, ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. സിഗ്മ CK ഈസ് ഈക്വൽ ടു ഇഫ് സിഗ്മ CK ഈസ് ഈക്വൽ ടു 2 ടോക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ അഡോപ്റ്റ് എ സ്ക്വയർ കീ. ഇതാണ് ആദ്യം, അഡോപ്റ്റ് എ സ്ക്വയർ കീ. അതർവൈസ് ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ അഡോപ്റ്റ് എ റെക്റ്റാങ്കുലർ കീ. ഇതാണ് ആദ്യം തീരുമാനിക്കേണ്ടത്, അത് ആദ്യം ചെക്ക് ചെയ്യണം. ദ നെക്സ്റ്റ് വിഡ്ത്ത്, കീയുടെ വിഡ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. വിഡ്ത്ത് ഓഫ് ദ കീ ദാറ്റ് ഈസ് ഈക്വൽ ടു D/4. W is equal to D/4. Then thickness of the key. Thickness of the key
If it is square key, thickness is equal to W, that is equal to D by 4. വിഡ്ത്തും തിക്നെസ്സും ഒരേപോലെ ആകുമ്പോൾ സ്ക്വയർ കീ ആവുന്നത്. ഇത് ഫോർ സ്ക്വയർ കീ, ഫോർ സ്ക്വയർ കീ. ഇനി റെക്റ്റാങ്കുലർ കീ ആണെന്നുണ്ടെങ്കിലോ, റെക്റ്റാങ്കുലർ കീ ആണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു ഡി ബൈ 6 ഫോർ റെക്റ്റാങ്കുലർ കീ, ഫോർ റെക്റ്റാങ്കുലർ കീ. ദെൻ ലെങ്ത് ഓഫ് കീ ഇൻ ഈച്ച് ഷാഫ്റ്റ്, അതും കൂടി എടുക്കണം. ലെങ്ത് ഓഫ് കീ ഇൻ ഈച്ച് സ്പ്ലിറ്റ്, ലെങ്ത് ഓഫ് കീ ഇൻ ഈച്ച് ഷാഫ്റ്റ്, ദാറ്റ് ഇസ് സ്മോൾ എൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൽ, capital L divided by 2, that is equal to, we know the relation for capital L, that is 3.5 D divided by 2. ഇത്രയും കേസാണ് പരിഗണിക്കേണ്ടത്. എത്രയാണ് എടുക്കുന്നത്? കീൻ്റെ ഡിസൈൻ നോക്കുക ഒന്നുകൂടി. കീൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് ഡിസൈൻ ഓഫ് കീ ആണ്. ഡിസൈൻ ഓഫ് കീ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡിസൈൻ ഓഫ് കീ. അപ്പോൾ ഡിസൈൻ ഓഫ് കീ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടത് സ്ക്വയർ കീ വേണോ റെക്റ്റാങ്കുലർ കീ വേണോ എന്നുള്ളതാണ്. എപ്പോഴാണ് സ്ക്വയർ കീ എടുക്കുക? ഇഫ് ദ ക്രഷിംഗ് സ്ട്രെസ് ഫോർ ദ കീ മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു 2 times ദ ഷിയർ സ്ട്രെസ് ഓഫ് ദ കീ മെറ്റീരിയൽ, ദെൻ അഡോപ്റ്റ് എ സ്ക്വയർ കീ, അതർവൈസ് അഡോപ്റ്റ് എ റെക്റ്റാങ്കുലർ കീ. കീയുടെ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ഡി ബൈ 4, വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ഡി ബൈ 4, തിക്നെസ് ഈസ് ഈക്വൽ ടു വിഡ്ത്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ 4 ഫോർ സ്ക്വയർ കീ, and thickness is equal to d by 6 for rectangular key. Length of key in each shaft, രണ്ട് ഷാഫ്റ്റ് കണക്ട് ചെയ്യുന്നല്ലോ, കീയുടെ ഓരോ ഷാഫ്റ്റിൽ ഉണ്ടാകുന്നത് അത് മൊത്തം ലെങ്ത്തിൻ്റെ എല്ലിൻ്റെ പകുതി വരും. എൽ എന്ന് പറഞ്ഞാൽ എംപറിക്കൽ റിലേഷൻ ഉപയോഗിച്ചിട്ട് ഈ എൽ എങ്ങനെ കണ്ടുപിടിക്കുക? എൽ ഈസ് ഈക്വൽ ടു 3.5 ഡി ആണ്, അതൊരു എംപറിക്കൽ റിലേഷനാണ്. അപ്പോൾ അതിൻ്റെ പകുതി വരും. ഇത്രയാണ് കീയുടെ ഡിസൈൻ ചെയ്ത്. ഇത് ഇങ്ങനെ ചെയ്ത് ഈ അളവൊക്കെ കിട്ടിയതിന് ശേഷം ഈ കീയുടെ ഈ മെഷർമെൻറ്റ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കീ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഒരു എലമെൻറ്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ എലമെൻറ്റിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പോൾ ആ കീയുടെ ലെങ്ത്ത് കണ്ടു, കീയുടെ വിഡ്ത്ത് കണ്ടു, കീയുടെ തിക്നെസ്സും എല്ലാം കിട്ടി. അപ്പോൾ കീ ഡിസൈൻ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ അളവിൽ കീ ഉണ്ടാക്കി ആ കപ്ലിങ്ങിനകത്തോട്ട് ആ കീ അങ്ങ് ഇൻസേർട്ട് ചെയ്തിട്ട് കപ്ലിംഗ് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അളവിൽ വെച്ചുള്ള കീ അപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിനകത്ത് ക്രഷിംഗ് സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും, ഷിയർ സ്ട്രെസ്സും ഇൻഡ്യൂസ് ചെയ്യും. ഈ രണ്ട് സ്ട്രെസ്സിനെയും മറികടക്കാൻ കവർ ചെയ്യാൻ ആ കീക്ക് കഴിയണം. അത് ചെക്ക് ചെയ്യണം പറ്റുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പറ്റുമെന്ന് ചെക്ക് ചെയ്യുക. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കീ മെറ്റീരിയലിനകത്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ക്രഷിംഗ് സ്ട്രെസ്സും കണ്ടുപിടിക്കണം. വർക്ക് ചെയ്യുന്ന സമയത്ത് കീ മെറ്റീരിയലിനകത്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഷിയർ സ്ട്രെസ്സും കണ്ടുപിടിക്കണം. ഇൻഡ്യൂസ്ഡ് ക്രഷിംഗ് സ്ട്രെസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ്, ആ രണ്ട് വാല്യൂസും അലവബിൾ ക്രഷിംഗ് ആൻഡ് അലവബിൾ ഷിയറിനേക്കാൾ കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദ ഡിസൈൻ ഓഫ് ദ കീ ഈസ് സേഫ്. അപ്പോൾ ആ ചെക്കിങ്ങിന് വേണ്ടി രണ്ട് ഇക്വേഷനാണ് ഉപയോഗിക്കുക. ചെക്കിങ്ങിന് വേണ്ടി ഏതാ രണ്ട് ഇക്വേഷൻ? ആ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചാൽ ചെക്ക് ചെയ്യേണ്ടത്. ആ രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്, ഒന്ന് ടി ഈസ് ഈക്വൽ ടു എൽ ഡബ്ല്യു ടോ ഇൻറ്റു ഡി ബൈ 2. This is for shearing and T is equal to L into T by 2 into sigma C into D by 2. These are the two equations. So T means torque, maximum torque. T is equal to L, length of the key in each shaft. W is the width of the key. Then D is the diameter. So find out tau. ടോ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതാണ് ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് ഇൻ ദ കീ മെറ്റീരിയൽ, ടോ കെ, സിഗ്മ സി കെ എന്നൊക്കെ പറയാം. ടി ഈസ് ഈക്വൽ ടു എൽ, ലെങ്ത് ഓഫ് ദ കീ ഇൻ ഈച്ച് ഷാഫ്റ്റ്, തിക്നെസ് ഓഫ് ദ കീ ഡിവൈഡ് ബൈ 2 ഇൻറ്റു സിഗ്മ സി കെ. ഇതാണ് ഇൻഡ്യൂസ്ഡ് ക്രഷിംഗ് സ്ട്രെസ്, ഡി നമുക്കറിയാം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടും സിഗ്മ സി കെ, ഒരു വാല്യൂ കിട്ടും നമുക്ക്. ഈ കിട്ടിയ വാല്യൂ, ദിസ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് ഇൻ ദ കീ മെറ്റീരിയൽ, ദിസ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് ക്രഷിംഗ് സ്ട്രെസ് ഇൻ ദ കീ മെറ്റീരിയൽ. ഈ രണ്ട് വാല്യൂസും ഈ കീ മെറ്റീരിയലിൻ്റെ തന്നിരിക്കുന്ന അലവബിൾ സ്ട്രെസ്സിനേക്കാൾ കുറവായിരിക്കണം. ദെൻ ദ ഡിസൈൻ ഈസ് സേഫ്. ഇതാണ് കപ്ലിങ്ങിൻ്റെ, മഫ് കപ്ലിങ്ങിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഈ ഡിസൈൻ പ്രൊസീജിയർ വെച്ചിട്ട് ഇക്വേഷൻസ് എല്ലാം ബൈഹാർട്ടായിരിക്കണം. നിങ്ങൾക്ക് ഡിസൈൻ ഡാറ്റ ബുക്കൊന്നും ഉപയോഗിക്കാൻ
പെർമിഷൻ ഇല്ല എക്സാമിനേഷൻ ഹാളിൽ. ഹയർ കോഴ്സിന് ഇപ്പോൾ ഡിഗ്രിക്ക് ബിടെക്കിന് എംടെക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം ഡിസൈൻ സബ്ജക്റ്റിന് ഒരു ഡാറ്റാ ബുക്ക് ഉണ്ട്, ഡിസൈൻ ഡാറ്റാ ബുക്ക്. ആ ബുക്കിൽ ഈ പറഞ്ഞ ഇക്വേഷൻസ് ചെക്ക് ചെയ്യാൻ എല്ലാ ഇക്വേഷൻസും ഉണ്ടാവും. പക്ഷേ ഡിപ്ലോമ പ്രോഗ്രാമിന് നമുക്ക് ഡിസൈൻ ഡാറ്റാ ബുക്ക് ഇസ് നോട്ട് അലൗഡ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. സോ ഓൾ ദീസ് ഇക്വേഷൻസ് മസ്റ്റ് ബി ബൈ ഹാർട്ട്. ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ആയിരിക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഒരു പ്രോബ്ലം ഞാൻ ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ബാക്കി കുറച്ച് പ്രോബ്ലം അസൈൻമെൻ്റ് ആയിട്ട് തരാം, അത് നിങ്ങൾ ചെയ്താൽ മതി. ഇതാണ് സ്ലീവ് ഓർ മഫ് കപ്ലിങ്ങിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ. ഇതൊക്കെ നോട്ട്സ് ഞാൻ തരും, ആ ഗ്രൂപ്പിനകത്ത് നോട്ട്സ് ഇടും. ഒരു പ്രോബ്ലം നമുക്ക് ഇനി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു പ്രോബ്ലം ഡിസൈൻ ഓഫ് മഫ് കപ്ലിങ്ങിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മളിപ്പോൾ പിന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡിസൈൻ പ്രൊസീജിയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മഫ് കപ്ലിങ്ങിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് മഫ് കപ്ലിങ്ങിൻ്റെ ഒരു ഡിസൈൻ പ്രോബ്ലം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 10 മാർക്ക് 12 മാർക്കിനൊക്കെയാണ് ഈ പ്രോബ്ലം ചോദിക്കുക. വലിയ പ്രോബ്ലം അത്. പക്ഷേ റീഡ് ദ പ്രോബ്ലം. നിങ്ങളുടെ ഗ്രൂപ്പിന് ഈ പ്രോബ്ലം ഇട്ടിട്ടുണ്ടാവും. എ ലൈൻ ഷാഫ്റ്റ് ഈസ് ടു ട്രാൻസ്മിറ്റ് 40 kW. സോ പവർ P is equal to 40 kW at 150 RPM. N is equal to 150 RPM. 150 RPM. The shaft pieces are connected by muff coupling. Design the coupling assuming an overload of 20%. Overload പറഞ്ഞിട്ടുണ്ട്. Overload is equal to 20%. ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസൈൻ പ്രൊസീജിയറിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞത്. ടോർക്ക് ചില സമയത്ത് മാക്സിമം ടോർക്ക് കണ്ടുപിടിക്കണം, ഓവർലോഡ് 20%. ദ ഫോളോയിങ് പെർമിസിബിൾ സ്ട്രെസ്സസ് മേ ബി യൂസ്ഡ്. ഷിയർ സ്ട്രെസ് ഫോർ ദി ഷാഫ്റ്റ് ആൻഡ് കീ മെറ്റീരിയൽ. ഷിയർ സ്ട്രെസ് ഫോർ ദി ഷാഫ്റ്റ് ആൻഡ് കീ മെറ്റീരിയൽ രണ്ടിനും ഒരേ വാല്യൂ ആണ്. കീ മെറ്റീരിയൽ 40 MPa. 40 MPa. ക്രഷിംഗ് സ്ട്രെസ് ഫോർ കീ മെറ്റീരിയൽ. ക്രഷിംഗ് സ്ട്രെസ് ഫോർ കീ മെറ്റീരിയൽ that is equal to 90 MPa. മെഗാപാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ mm², അതാണ്. ഷിയർ സ്ട്രെസ് ഫോർ മഫ് മെറ്റീരിയൽ. ഷിയർ സ്ട്രെസ് ഫോർ മഫ് മെറ്റീരിയൽ എന്താണ്? 15 MPa. 15 MPa. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് ടോർക്ക് കണ്ടുപിടിക്കണം. പവറിൻ്റെ ഇക്വേഷൻ ഉണ്ട്, അത് ഉപയോഗിച്ച് ടോർക്ക് കണ്ടുപിടിക്കാം. വി നോ P is equal to 2πnt divided by 60. So what is P? P is equal to 40 into 10 raised to 3. This is in kilowatt. 10 raised to 3 is equal to 2π into n is 150 into t divided by 60. So from this equation we will be getting the value of t. Value of t is equal to 25. You do in your calculator 2546 Newton meter. ഇതാണ് ഇതിൻ്റെ വാല്യൂ കിട്ടുക. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഓവർലോഡിന് 20%. അപ്പോൾ ടി മാക്സിമം കണ്ടുപിടിക്കണം. ഇത് ടി മീനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ടി മാക്സിമം ഈസ് ഈക്വൽ ടു 20% ഓവർലോഡാണ്. അപ്പോൾ ടി മാക്സിമം എത്ര വരും? 1.2 into 2546. So that is equal to എത്ര വരും? 3055 Newton meter, or which is equal to 3055 into 10 raised to 3 Newton mm. നമ്മളെല്ലാം MM-ലാണ് ചെയ്യുന്നത്, മില്ലിമീറ്ററിലായതുകൊണ്ടാണ് അതിനെ മില്ലിമീറ്ററിലേക്ക് ആക്കുന്നത്. ഇതാണ് കിട്ടുക. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമുക്ക് ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യണം. ആദ്യം ഷാഫ്റ്റ് ഡിസൈൻ. ഇപ്പോൾ ഒന്നാമത്തെ തന്നെ ഷാഫ്റ്റാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചു. എങ്ങനെ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യാനോ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ടി ഈസ് ഈക്വൽ ടു π/16 ടോ ഡി ക്യൂബ്ഡ്. ടി ഈസ് ഈക്വൽ ടു π/16 ടോ ഡി ക്യൂബ്ഡ്. ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ടി മാക്സിമം ആണ്. ഇത് നമുക്കറിയാം. ഇസ് ഈക്വൽ ടു π/16 ഇൻറ്റു ടോ. ഇത് മഫിൻ്റെ മെറ്റീരിയലാണ്. എത്രയാണ് ടോ? 15. ഇതൊന്നും മാറ്റാനില്ല, ന്യൂട്ടൺ പെർ mm²ാണത്. അപ്പോൾ ടോ 15 എന്ന് കൊടുക്കുക.
ഡി ക്യൂബ്ഡ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടി? ഡി കിട്ടി, ഡയമീറ്റർ കിട്ടി. മനസ്സിലായല്ല? ഈ വാല്യൂ കൊടുക്കുക. ടി മാക്സിമം ഇവിടെ ഉണ്ട്, ടി മാക്സിമം ഇവിടെ ഉണ്ട്. പിന്നെന്താണ്? π/16. ടോ നമുക്കറിയാം, ഷിയർ സ്ട്രെസ് ഫോർ ദ മഫ് മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു 15. ഓക്കെ, ദെൻ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് diameter that is equal to 73 mm എന്ന് കിട്ടും. 73 mm എന്ന് കിട്ടും. ഈ ഡിസൈനിലൊക്കെ നമ്മൾ ഈ 73 74 എന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഒന്ന് റൗണ്ട് ചെയ്യുക. സാധാരണ ഡിസൈനിൽ അങ്ങനെ ചെയ്യുക. അടുത്ത സ്റ്റാൻഡേർഡ് സൈസിലേക്ക് റൗണ്ട് ചെയ്യുക. ദാറ്റ് ഈസ് 80 mm. ഇതാണ് നമ്മൾ ആദ്യത്തെ ഡിസൈൻ, ഷാഫ്റ്റ് ഡിസൈൻ. ഷാഫ്റ്റ് ഡിസൈൻ ചെയ്യുക പറഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 80 mm എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 80 mm. ഇനി അടുത്ത രണ്ടാമത്തെ ഡിസൈൻ എന്താണ്? ഡിസൈൻ ഓഫ് സ്ലീവ്. ഇപ്പോൾ സ്ലീവ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്ലീവിൻ്റെ ചില വാല്യൂസ്, അതിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക എന്നില്ല. അപ്പോൾ സ്ലീവിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു ഹോളോ ഷാഫ്റ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഹോളോ ഷാഫ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഒന്ന്, അതിൻ്റെ ഇൻസൈഡ് ഡയമീറ്റർ എത്ര? 80 mm. പിന്നെ അതിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ കണ്ടുപിടിക്കണം. എങ്ങനെ ഔട്ട്സൈഡ് ഡയമീറ്റർ കണ്ടുപിടിക്കുക? ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 2d plus 13 mm. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 2d plus 13 mm. ദാറ്റ് ഈസ് ഈക്വൽ ടു 173. ഡി എന്ന് പറഞ്ഞാൽ 80 ആണ്. 80 × 2 160 plus 13 173 mm. ഇനി ലെങ്ത് ഓഫ് ദ സ്ലീവ് L. That is equal to 3.5D. 3.5D. That is equal to 3.5 into 80. 3.5 into 80. That is equal to 280 mm. 280 mm എന്ന് കിട്ടും. ഇതാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ ഡിസൈനായി. ഇൻസൈഡ് ഡയമീറ്റർ, ഔട്ട്സൈഡ് ഡയമീറ്റർ, ലെങ്ത് ഓഫ് ദ സ്ലീവ്. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? സ്ലീവ് അല്ലെങ്കിൽ മഫ് ഇത് ചെക്ക് ചെയ്യണം. ഏതിലാണ് ചെക്ക് ചെയ്യേണ്ടത്? ഷിയറിൽ. അതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഷിയർ സ്ട്രെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ വാല്യൂവിനേക്കാൾ കുറവായിരിക്കണം. ഇതിനേക്കാൾ കൂടി പോയി കഴിഞ്ഞാൽ എന്താവും? കപ്ലിംഗ് വർക്ക് ചെയ്യുമ്പോൾ ഫെയിലറാവും, അത് പൊട്ടിപ്പോവും, ഫെയിലറായിപ്പോവും. അപ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? ചെക്കിംഗ് ഫോർ ഷിയർ. ഇക്വേഷൻ എന്താണ്? ടി മാക്സിമം ഈസ് ഈക്വൽ ടു π/16 ടോ ഇൻറ്റു ഡി ക്യൂബ്ഡ് ഇൻറ്റു 1 - k⁴. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഷാഫ്റ്റ് ഡിസൈനിൽ പഠിച്ച ഇക്വേഷൻസാണ്. മനസ്സിലായില്ലേ? ടി മാക്സിമം ഈസ് ഈക്വൽ ടു π/16 ടോ ഡി ക്യൂബ്ഡ് ഇൻറ്റു 1 - k⁴. ഇപ്പോൾ ടി മാക്സിമം വാല്യൂ കൊടുക്കുക. π/16 ഇൻറ്റു ടോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നമുക്ക് കിട്ടും ഇത്രയും മാക്സിമം ടോർക്ക് ഈ ഡയമീറ്റർ വെച്ചിട്ട് ഇത്രയും ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഷിയർ സ്ട്രെസ് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയും മാക്സിമം ടോർക്ക് ഈ ഡയമെൻഷൻ കൊടുക്കുക, ക്യാപിറ്റൽ ഡി 173 എന്നുള്ള ഇത് കൊടുക്കുക. 1 - k⁴. വേർ കെ നമുക്കറിയാം എന്താണ്? d/d, സ്മോൾ d / ക്യാപിറ്റൽ ഡി, അതാണ് കെ. അപ്പോൾ ആ വാല്യൂ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് ഇൻ ദി മഫ് മെറ്റീരിയൽ കിട്ടും. ഇത്രയും ടോർക്ക് ഈ ഒരു ഡയമീറ്ററിൽ അളവിൽ വെച്ചിട്ടുള്ള മഫ് വർക്ക് ചെയ്യുമ്പോൾ ആ മഫ് മെറ്റീരിയലിനകത്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഷിയർ സ്ട്രെസ് എത്രയാണെന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ്. ആ വാല്യൂ നമുക്ക് കിട്ടും. ആ വാല്യൂ ഈ തന്ന വാല്യൂവിനേക്കാൾ കുറവായിരിക്കണം. ഇപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് ആ വാല്യൂ കിട്ടുന്നത് 3.15 മെഗാപാസ്കലാണ്. 3.15 മെഗാപാസ്കലാണ്. അത് വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 3.15, which is below. So this induced shear stress in the muff is
ലെസ് ദാൻ ദി അലോവബിൾ ഷിയർ സ്ട്രെസ്. അലോവബിൾ ഇതാണ്, ഇതിനേക്കാളും കുറവാണ്. അതുകൊണ്ട് ദ ഡിസൈൻ ഓഫ് സ്ലീവ് ഈസ് സേഫ്, സുരക്ഷിതമാണ്, ഒന്നും ആവില്ല, ഫെയിലർ ആവില്ല. ഇതാണ് ചെയ്യേണ്ടത്. ഇതിനടുത്തത് മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് എലമെൻറ്റ് കീയുടെ ഡിസൈൻ, ഡിസൈൻ ഓഫ് കീ. മൂന്നാമത്തെ ഡിസൈൻ സ്റ്റെപ്പ് 3. 3 സ്റ്റെപ്പാണുള്ളത്. സ്റ്റെപ്പ് 1 ഡിസൈൻ ഓഫ് ഷാഫ്റ്റ്, സ്റ്റെപ്പ് 2 ഡിസൈൻ ഓഫ് സ്ലീവ്, ആൻഡ് സ്റ്റെപ്പ് 3 ഡിസൈൻ ഓഫ് കീ. ഡിസൈൻ ഓഫ് കീ. കീയിൽ എന്തൊക്കെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്? കീയിൽ ഡിസൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, സിഗ്മ CKയും 2Kയും നോക്കുക. ഏത് കീയാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്? സ്ക്വയർ കീ എടുക്കണോ റെക്റ്റാങ്കുലർ കീ എടുക്കണോ? എങ്ങനെയാണ് നോക്കുക? ചെക്ക് സിഗ്മ CK ഇസ് ഈക്വൽ ടു 2K. ഇങ്ങനെയാണോ നോക്കുക? എത്രയാണ് സിഗ്മ CK? സിഗ്മ CK ഇസ് ഈക്വൽ ടു 90 ആൻഡ് 2K ഇസ് ഈക്വൽ ടു 40. അപ്പോൾ ഈ റിലേഷൻ സാറ്റിസ്ഫൈഡ് അല്ല. ആ റിലേഷൻസ് ഈ പ്രോബ്ലത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ദിസ് റിലേഷൻ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ദി സിഗ്മ CK ഈസ് നോട്ട് ഈക്വൽ ടു 2K. therefore adopt a rectangular key. ഇത് സിഗ്മ CK 2Kക്ക് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ സ്ക്വയർ കീ മതി. ഈക്വൽ അല്ല ഇതിനകത്ത്. 40ഉം 90ഉമാണ്. അപ്പോൾ ഈക്വൽ അല്ല അത്, അല്ലേ? സിഗ്മ CK ആൻഡ് 2K 40ഉം 90ഉമാണ്. അതല്ല. അപ്പോൾ ഇനി W, വിഡ്ത്ത് ഓഫ് ദ കീ ഈസ് ഈക്വൽ ടു D/4. D/4 ഈസ് ഈക്വൽ ടു 80 ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 mm. വിഡ്ത്ത് ഓഫ് ദ കീ ഈസ് ഈക്വൽ ടു 20 mm. പിന്നെന്താണ് എടുക്കേണ്ടത്? ഇനി അടുത്തത് തിക്നെസ് ഓഫ് ദ കീ ഈസ് ഈക്വൽ ടു D/60, 80 ഡിവൈഡ് ബൈ 6, D/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 13.3. സേ ദാറ്റ് ഈസ് ഈക്വൽ ടു 14 mm. 14 mm. 13.3 എന്ന് കിട്ടും. അത് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 14 mm എന്നെടുക്കാം. ലെങ്ത് ഓഫ് കീ ഇൻ ഈച്ച് ഷാഫ്റ്റ്. അടുത്തത് ലെങ്ത് ഓഫ് കീ ഇൻ ഈച്ച് ഷാഫ്റ്റ്, സ്മോൾ l, that is equal to capital L by 2. What is capital L? That is 280 divided by 2, that is equal to 140 mm. Length of key in each shaft is equal to 140 mm. ഇപ്പോൾ കീ ഡിസൈൻ ചെയ്തു. എന്താണ് കീ ഡിസൈൻ ചെയ്തത്? ക്രഷിംഗ് സ്ട്രെസ്സും ഷിയറിംഗ് സ്ട്രെസ്സും കീ മെറ്റീരിയലിൻ്റെത് കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ അത് ഈ റിലേഷൻ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് അഡോപ്റ്റ് എ റെക്റ്റാങ്കുലർ കീ. ഇപ്പോൾ റെക്റ്റാങ്കുലർ കീ ആകുമ്പോൾ അതിൻ്റെ വിഡ്ത്ത് D/4 ഇറ്റ് ഈസ് ഈക്വൽ ടു 80/4, 20 mm. തിക്നെസ് ഓഫ് ദ കീ T ഈസ് ഈക്വൽ ടു D/6, that is 80/6 is equal to 13.3 mm. It is approximately equal to 14 mm. Length of key in each shaft L is equal to capital L by 2, that is equal to 280 divided by 2, that is equal to 140 mm. ഇതാണ് കീയുടെ ഡിസൈൻ. ഈ അളവിലാണ് കീ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അളവിൽ കീ ഉണ്ടാക്കി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കീ ഫെയിലിയർ ആവാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഫെയിലിയർ ആവുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യുക? ആ കപ്ലിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ കീ മെറ്റീരിയലിനകത്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ക്രഷിംഗ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും തന്നിരിക്കുന്ന അലോവബിൾ വാല്യൂസിനേക്കാളും കുറവായിരിക്കണം. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. അപ്പോൾ ചെക്കിംഗ് ഫോർ കീ, ചെക്കിംഗ് ഓഫ് ദ കീ ഫോർ ഷിയർ ആൻഡ് ക്രഷിംഗ്. ചെക്കിംഗ് ഓഫ് കീ. അടുത്തത് ചെക്കിംഗ് ഓഫ് കീ ഫോർ ഷിയർ ആൻഡ് ക്രഷിംഗ്. അതിന് രണ്ട് റിലേഷൻ നമുക്കറിയാം. ഫോർ ഷിയറിന് ചെക്ക് ചെയ്യേണ്ട റിലേഷൻ ഏതാണ്? ഷിയറിന് ചെക്ക് ചെയ്യേണ്ട റിലേഷൻ ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കീ. ആ രണ്ട് ഇക്വേഷൻ ഉപയോഗിക്കുക, ചെക്ക് ചെയ്യുക. എന്താണ്? ഫോർ ഷിയർ ടി മാക്സിമം ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു ടോ കെ ഇൻറ്റു D/2. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുക. അപ്പോൾ ടി മാക്സിമം വാല്യൂ കൊടുക്കുക, ലെങ്ത് ഓഫ് കീ ഇൻ ഈച്ച് ഷാഫ്റ്റ് L കൊടുക്കുക, W കൊടുക്കുക,
D/2 കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് ഇൻ ദ കീ മെറ്റീരിയൽ അത് കിട്ടും. അതേപോലെ തന്നെ ഫോർ ക്രഷിങ് അതിൻ്റെ ഇക്വേഷൻ എടുക്കുക. ഇതാണ് ഫോർ ക്രഷിങ്ങിൻ്റെ ഇക്വേഷൻ. ഫോർ ക്രഷിങ് ടി മാക്സിമം ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു T/2 ഇൻറ്റു സിഗ്മ CK ഇൻറ്റു D/2. ഈ രണ്ട് ഇക്വേഷൻ എടുക്കുക. ഇപ്പോൾ ഇവിടെ ടി മാക്സിമം കൊടുക്കുക, എൽ കൊടുക്കുക, തിക്നെസ് ഓഫ് ദ കീ കൊടുക്കുക, ഡയമീറ്ററും കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും? നമുക്ക് ഇൻഡ്യൂസ്ഡ് ക്രഷിംഗ് സ്ട്രെസ് ഇൻ ദ കീ മെറ്റീരിയൽ അത് കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ടോക്കെ കിട്ടുന്നത് 27.28 മെഗാ പാസ്കലാണ്. ഈ ആൻസർ കിട്ടുന്നത് 27.8 മെഗാ പാസ്കൽ എന്നും ഈ സിഗ്മ സി കെ ഈസ് ഈക്വൽ ടു 77 മെഗാ പാസ്കൽ ഇങ്ങനെയാണ് വാല്യൂ കിട്ടുന്നത്. ഇപ്പോൾ ഷിയർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഷിയർ സ്ട്രെസ് ഇൻ ദ കീ മെറ്റീരിയൽ ഈസ് 27. അലോവബിൾ എത്രയാ? ഇൻഡ്യൂസ്ഡ് സ്ട്രെസ് ഇൻ ദ ഷിയർ സ്ട്രെസ് ഇൻ ദ കീ മെറ്റീരിയൽ ഈസ് 40. So it is 27. So below the allowable value. Similarly, induced crushing stress in the key material is 77, which is below the allowable value of 90 megapascal. Okay. Therefore, in both shear and crushing, the key will be safe. ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യും. 3 എലമെൻറ്റും ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അവസാനം ശരിക്ക് മഫ് കപ്ലിങ്ങിൻ്റെ ഒരു സ്കെച്ച് വരച്ച് ഈ പറയുന്ന നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഈ അളവുകളെല്ലാം അതിനകത്ത് ഡയമെൻഷനെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. ഇതാണ് ഒരു കപ്ലിങ്ങിൻ്റെ ഫുൾ ഡിസൈൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അവസാനം വേണമെങ്കിൽ ഒന്ന് എടുത്തെഴുതാം, റിസൾട്ടൊക്കെ എടുത്തെഴുതാം. ഫസ്റ്റ് ഷാഫ്റ്റ് അതിൻ്റെ ഡയമീറ്റർ ഇത്ര, അതൊരു ബോക്സിലാക്കിയിട്ട് എഴുതാം. സെക്കൻഡ് എന്താണ്? സ്ലീവ്, അതിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ D, സ്മോൾ d, ലെങ്ത് ഓഫ് സ്ലീവ്. മൂന്നാമത്തത് കീ, അഡോപ്റ്റ് എ റെക്ടാങ്കുലർ കീ, വിഡ്ത്ത്, തിക്നെസ്, ലെങ്ത് ഓഫ് കീ ഇൻ ഈച്ച് ഷാഫ്റ്റ്. ഇത്രയും അളവുകൾ വേറെ തന്നെ അവസാനം ഒന്ന് സമ്മറി ആയിട്ട് എടുത്ത് എഴുതി കഴിഞ്ഞാൽ വളരെ സേഫായി. ഇതേ പ്രൊസീജിയർ, ഇതൊരു 2, 3, 4 പ്രോബ്ലം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് സ്റ്റെപ്സ് ബൈഹാർട്ടായിട്ട് വരും. ഇതാണ് മഫ് കപ്ലിംഗ്. ഇതൊരു പ്രോബ്ലം എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി അടുത്ത് വരുന്നത് ഫ്ലാഞ്ച് കപ്ലിങ്ങിൻ്റെ ഡിസൈൻ പ്രൊസീജിയറാണ്. അത് ഇതിനേക്കാൾ വളരെ ലെങ്തിയാണ്. 5 എലമെൻ്റ് ഉണ്ട്, 5 എലമെൻറ്റും ഡിസൈൻ ചെയ്യണം. അത് കുറേ സമയം എടുക്കും. അപ്പോൾ അത് സാധാരണ ഒരു പ്രോബ്ലം അങ്ങനെ ചോദിക്കാറില്ല, കുറവാണ്. ഏതെങ്കിലും ഒരു എലമെൻ്റാണ് ചോദിക്കുക. ഇതങ്ങനെയല്ല, ഇതൊരു പ്രോബ്ലം തന്നെ ചോദിക്കും എന്നില്ല. ഓക്കെ, ബാക്കി ഒരു 2-3 പ്രോബ്ലം ഞാൻ അസൈൻമെൻ്റായിട്ട് നിങ്ങൾക്ക് പിന്നീട് തരാം. ഇനി അടുത്തത് ഡിസൈൻ ഓഫ് ഫ്ലാഞ്ച് കപ്ലിംഗ് ആണ് എടുക്കേണ്ടത്.